നമ്മുടെ ആരോഗ്യ സൂചിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ ഏറ്റവും മികച്ചതാണ് കേരളം വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും. കേരളം രൂപീകരിക്കുന്നതിന് മുൻപ് തന്നെ കേരളം മുന്നിലാണെന്നേ. അത് ഈ 9 വർഷം കൊണ്ടുണ്ടായൊരു നേട്ടമല്ല. അത് പടിപടിയായി ഓരോരോ സർക്കാരുകളായി വന്ന് അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ചില സമയത്ത് അതിൽ പിന്നാക്കം പോക്ക് ഉണ്ടായിട്ടുണ്ടാവും, വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ഇതൊക്കെ അവിടെ നടക്കുകയാണ്. പക്ഷേ ഇവിടെ പൊതുജനാരോഗ്യ മേഖല വളരെ മികച്ചതാണ് എന്ന് പറയുമ്പോഴും, ആരോഗ്യരംഗത്ത് ഏറ്റവും കൂടുതൽ പണം മുടക്കുന്നത് സർക്കാർ കേരളത്തിലാണ് എന്ന് പറയുമ്പോഴും, സ്വകാര്യ മേഖലയിൽ ഏറ്റവും അധികം പണം ചെലവഴിക്കപ്പെടുന്നതും ആരോഗ്യ മേഖലയിൽ കേരളത്തിലാണ്. ഇതൊരു വൈരുദ്ധ്യമല്ലേ? സ്വകാര്യ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കപ്പെടുന്നത്. ഈ പണം ചെലവഴിക്കുന്ന പാവങ്ങളാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞ ആ വൈരുദ്ധ്യം എന്തുകൊണ്ട് വരുന്നു? കുറച്ചെങ്കിലും കാശുള്ളവർ, കുറച്ചെങ്കിലും കടം മേടിക്കാൻ കഴിവുള്ളവർ സ്വകാര്യ മേഖലയിൽ ചികിത്സയ്ക്ക് പോവുകയാണ്. ഇതാരാണ് പറയുന്നത്? ഡോക്ടർ ബി ഇക്ബാൽ, ആരോഗ്യരംഗത്തെ വിദഗ്ധൻ, ഇടത് പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഡോക്ടർ തന്നെ പറയുന്നു, ഈ മിഡിൽ ക്ലാസ് വിഭാഗത്തിൽപ്പെട്ടവർ ഒക്കെ സ്വകാര്യ ആശുപത്രിയിൽ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അതിലേക്ക് കൂടി ഗൗരവതരത്തിലുള്ള അന്വേഷണം, പരിശോധന നടത്തേണ്ടതാണ്. ഇവിടുത്തെ ആരോഗ്യരംഗത്തെ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരെ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരെ നമ്മൾ ആരും പരിഹസിക്കുന്നില്ല. അവരൊക്കെ ഈ പറഞ്ഞവരെ 360 ദിവസം പണിയെടുക്കുന്ന കണക്ക് ഡോക്ടർമാർ തന്നെ പറയും. ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാണിച്ച ചെറിയ കാര്യമല്ല. ഈ ഡോക്ടർമാരെല്ലാം തന്നെ അത്രത്തോളം പണിയെടുക്കുന്നുണ്ട്. അവർക്ക് സഹായിക്കാൻ അടുത്ത ഘട്ടത്തിലുള്ള ഡോക്ടർമാർ എത്തുന്നില്ല. ഡോക്ടർമാരുടെ എണ്ണം കുറവാണ്, അവരുടെ മണിക്കൂറുകൾ കൂടുതലാണ്. ഇതൊക്കെ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.